കാണാക്കഥയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിലെ ചില ചരിത്രപ്രധാനമായ സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് നെയ്യാറ്റിൻകര. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ തെക്കുകിഴക്കായി ദേശീയപാത 544 കന്യാകുമാരിയിലോട്ടുള്ള വഴിയിലാണ് നെയ്യാറ്റിൻകര സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരാതിർത്തി നെയ്യാറ്റിൻകര വരെ എത്തിയിരിക്കുന്നു. മാർത്താണ്ഡവർമ്മ ഒളിച്ചു താമസിച്ചിരുന്ന ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നെയ്യാറ്റിൻകരയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയായ നെയ്യാർ നദിയുടെ തീരത്താണ് നെയ്യാറ്റിൻകര പട്ടണം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് ആ പേര് വന്നത് തന്നെ നെയ്യാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്തതുകൊണ്ടാണ്. നെയ്യാറ്റിൻകര കവലയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള കമികിൻകോട് സെന്റ് ആനി ദേവാലയം പ്രശസ്തമാണ്. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള അരുവിപ്പുറവും ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് 20 കിലോമീറ്റർ തെക്ക് നെയ്യാറ്റിൻകരയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ചരിത്രപരമായ പ്രാധാന്യമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഉണ്ണിക്കണ്ണനെ നവനീത കൃഷ്ണന്റെ രൂപത്തിലാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ നെയ്യാറ്റിൻകര ഉണ്ണിക്കണ്ണനുള്ള അതുല്യമായ വഴിപാടാണ് തൃക്കയിൽ വെണ്ണ. ലോകപ്രശസ്ത സംഗീതജ്ഞരായ ശ്രീ നെയ്യാറ്റിൻകര മോഹനചന്ദ്രനും നെയ്യാറ്റിൻകര വാസുദേവനും ക്ഷേത്രോത്സവത്തിൽ പതിവായി കച്ചേരികൾ നടത്തിയിരിക്കുന്നു. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം AD 1750 AD 1755 കാലഘട്ടങ്ങളിൽ പഴയ ഇന്ത്യൻ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിന്റെ അന്നത്തെ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇത് നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ ചരിത്രം, അന്നത്തെ ഭരണാധികാരി ഹിസ് ഹൈനസ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്തായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉന്നതായ 8 വീട്ടിൽ പിള്ളമാർ അദ്ദേഹത്തിന്റെ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടു എന്നതാണ്. രാജാവിന്റെ സുരക്ഷിതമായ സ്ഥലത്ത് ഒളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു കൊച്ചുകുട്ടിയെ കാണുകയും സമീപത്തുള്ള ഒരു കൂറ്റൻ ചക്കയിൽ പൊള്ളയായ തുമ്പിക്കൈയിൽ ഒളിക്കാൻ രാജാവിനെ ഉപദേശിക്കുകയും ചെയ്തു. രാജാവ് ഈ ഉപദേശം ശ്രദ്ധിക്കുകയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് രാജാവ് ആൺകുട്ടി ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ തന്റെ ജീവൻ രക്ഷിച്ചത് ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് രാജാവ് ശക്തമായി വിശ്വസിച്ചു. അതിനുള്ള നന്ദി സൂചകമായി അവൻ ചക്കയുടെ ഉള്ളിലും അങ്ങനെ നെയ്യാറ്റിൻകര സ്ത്രീയിലും ഒളിച്ചിരുന്ന കൃത്യമായ സ്ഥലത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. കൃഷ്ണക്ഷേത്രം നിലവിൽ വന്നു. രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച കൂറ്റൻ ചക്ക, അമ്മച്ചിപ്ലാവ്, മുത്തശ്ശി ചക്ക, ഫലവൃക്ഷം രാജാവിനെ സംരക്ഷിച്ച ഒരാളെ പ്രതിനിധീകരിക്കുന്നു. രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച കൂറ്റൻ ചക്ക അമ്മച്ചിപ്ലാവ് എന്ന് അറിയപ്പെട്ടു. AD 1970-75 വരെ യഥാർത്ഥ മരത്തിന്റെ ശാഖകളിൽ ധാരാളം ചക്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ പൊള്ളയായ തുമ്പിക്കയെ സംരക്ഷിക്കാൻ ഈ ശാഖകൾ മുറിക്കേണ്ടി വന്നു. നിലവിൽ പൊള്ളയായ തുമ്പിക്കയെ സംരക്ഷിച്ച നിലയിലാണ്. ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന എല്ലാ ഭക്തർക്കും ഇത് ദൃശ്യമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്നാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം അറിയപ്പെടുന്നത്. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം മനോഹരമായ കലാപരമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം ഭഗവത്ഗീതയിൽ നിന്നുള്ള മനോഹരമായ ഒരു ദൃശ്യം പ്രദർശിപ്പിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ അർജുനൻ പഠിപ്പിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രവേശന ഗോപുര പരമ്പരാഗത കേരള ശൈലിയിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശിയതാണ്. ശ്രീകോവിലിന് മുന്നിൽ ഒരു വലിയ ഗോപുരമുണ്ട്. പ്രധാന സമുച്ചയത്തിനുള്ളിൽ ഗണപതിയുടെയും ധർമ്മശാസ്ത്രയുടെയും പ്രതിഷ്ഠകളുണ്ട്. പ്രധാന സമുച്ചയത്തിന് പുറത്ത് നാഗരാജനെ ആരാധിക്കുന്നു. നിലവിൽ തീർത്ഥാടകർക്ക് കാലാവസ്ഥാ വ്യതിയാനം ഒഴിവാക്കാനായി പ്രധാന വേദിക്ക് ചുറ്റും നടപ്പന്തൽ ഉണ്ടാക്കുന്ന ജോലികൾ നടക്കുന്നു. ഉണ്ണിക്കണ്ണന്റെ ഭക്തരുടെ സഹായത്തോടെ ഉപദേശക സമിതിയാണ് ഇത് ചെയ്യുന്നത്. ശ്രീകൃഷ്ണന്റെയും മറ്റ് വിവിധ ദൈവങ്ങളുടെയും ജീവിതത്തെ ചിത്രീകരിക്കുന്ന വിവിധ ചിത്രങ്ങളാൽ ശ്രീകോവിലിന്റെ ചുവരുകൾ വരച്ചിട്ടുണ്ട്. 1810 സ്ഥാപിതമായ അമരവിള CSI ചർച്ച് അല്ലെങ്കിൽ CSI അമരവിള ഇക്കാലത്ത് എമിലി ചാപ്പൽ എന്നറിയപ്പെടുന്നു. ഒരു പഴയ ആംഗ്ലിക്കൻ പള്ളി ഈ ഗ്രാമത്തിൽ പ്രധാന ആകർഷങ്ങളിൽ ഒന്നാണിത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയിലെ ഏറ്റവും പഴക്കമേറിയ പള്ളികളിൽ ഒന്നാണ് കമുകിൻകോട് സെന്റ് ആന്റണീസ് പള്ളി. 18-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നെയ്യാറ്റിൻകരയുടെ ഉൾപ്രദേശങ്ങളിൽ
സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. മിഷണറിമാരുടെ ഉറവിടം സന്ദർശിക്കുകയും ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്ത മഹാനായ മിഷണറി ദേവസഹായം പിള്ളയെ അനുഗ്രഹിച്ചു. ജാതി വ്യവസ്ഥയ്ക്കും അടിമത്തത്തിനും കീഴിലായിരുന്നു അക്കാലത്ത് ആളുകൾ ജീവിച്ചിരുന്നത്. സാധാരണക്കാർക്ക് ക്ഷേത്രങ്ങൾ പ്രവേശിക്കാനോ പ്രാർത്ഥനകൾ നടത്താനോ നിഷേധിക്കപ്പെട്ടു. പാവപ്പെട്ടവർക്കും അധസ്ഥിതർക്കും വേണ്ടി സ്കൂളുകൾ അടച്ചു. ഈ ഘട്ടത്തിൽ ജസ്യൂട്ട് മിഷണർമാർ കമുകിൻകോടിനടുത്ത് ശാസ്താംതലത്തിൽ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഗ്രാമമാണ് അരുവിപ്പുറം. ഇവിടുത്തെ അരുവിപ്പുറം ശിവക്ഷേത്രം ദക്ഷിണ കേരളത്തിലെ ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. ശ്രീനാരായണ ഗുരു ഇവിടെ 1888 ശിവലിംഗം സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ അരുവിപ്പുറം ശിവരാത്രി വളരെ പ്രശസ്തമാണ്. നെയ്യാറിന്റെ തീരത്തുള്ള പ്രകൃതിരമണീയമായ ഗ്രാമമാണ് അരുവിപ്പുറം. നദിയിൽ മുൻപുണ്ടായിരുന്ന വെള്ളച്ചാട്ടമാണ് അരുവിപ്പുറം എന്ന പേരിന് കാരണമായിട്ടുള്ളത്. ഇവിടുത്തെ ശിവക്ഷേത്രത്തിലുള്ളത് ശ്രീനാരായണ ഗുരു നടത്തിയ ആദ്യത്തെ പ്രതിഷ്ഠയാണ്. സവർണ മേധാവിത്വത്തിന്റെ എതിരെയുള്ള ഏറ്റവും വിപ്ലവാത്മകമായ ഒരു സംരംഭമായിരുന്നു ഈ ക്ഷേത്ര സ്ഥാപനം. പ്രസ്തുത ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണ സമിതിയാണ് പിൽക്കാലത്ത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായി വികസിച്ചത്. അരുവിപ്പുറത്ത് ആറ്റിലെ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഗുഹയിലൊന്നിൽ കുറെ കാലം ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തായി എഴുന്നു നിൽക്കുന്ന കൊടിതൂക്കിമല സ്വാമികളുടെ തപോവനമായിരുന്നു. കുമാരനാശൻ സംഘം കാര്യദർശി എന്ന നിലയിൽ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇവിടത്തെ ശിവരാത്രി ഉത്സവം വമ്പിച്ച ജനതയെ ആകർഷിച്ചു വരുന്നു. തന്റെ ആശയം ഗുരു ശിഷ്യന്മാരുമായി പങ്കുവച്ചപ്പോൾ അവർക്കും സന്തോഷം. നെയ്യാറിന്റെ തെക്കേക്കരയിൽ കാട് വെട്ടിത്തെളിച്ച് ചെറിയൊരു പന്തൽ പണിയുകയാണ് ആദ്യം ചെയ്തത്. കുരുത്തോലയും മാവിലയും കൊണ്ട് പന്തൽ അലങ്കരിച്ചു. ഒരു പാറയെ പീഠമായി സങ്കല്പിച്ച് പ്രതിഷ്ഠ നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഗുരു ധ്യാനപൂർവം നദിയിലേക്കിറങ്ങി നദിയിലെ ആഴമുള്ള ഭാഗത്തേക്ക് നീങ്ങി. ഒരു ശില നെഞ്ചോട് ചേർത്ത് നദിയിൽ മുങ്ങി. ഈറനണിഞ്ഞ് ശിലയുമായി കരയിലെത്തിയ ഗുരു ഏറെ നേരം ധ്യാനനിരതനായി നിന്നു. ശേഷം ശിലയെ പാറമേൽ പ്രതിഷ്ഠിച്ചു. ഈഴവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വാർത്ത നാടാകെ പരന്നു. സവർണർ അരുവിപ്പുറത്തെത്തി ഗുരുവിനെയും ശിഷ്യന്മാരെയും ചോദ്യം ചെയ്തു. പുഞ്ചിരിയോടെ സവർണരുടെ ചോദ്യങ്ങളെ നേരിട്ട ഗുരു, നാം നിങ്ങളെ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടില്ല, ഈഴവ ശിവനെയാണ് നാം പ്രതിഷ്ഠിച്ചത്. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന ശക്തമായ വാദവുമുണ്ട് എന്നു പറഞ്ഞു. കോപിച്ച് വന്നവർക്ക് തല കുമ്പിട്ട് തിരിച്ചു പോവുകയെ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. അരുവിപ്പുറം വിപ്ലവമെന്നും ഈ സംഭവം വിശേഷിക്കപ്പെടുന്നു. ശിവക്ഷേത്രത്തിലുള്ളത് ശ്രീനാരായണ ഗുരു നടത്തിയ ആദ്യത്തെ പ്രതിഷ്ഠയാണ്. ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് 7 നിലകളും അവയിൽ ഓരോന്നിലുമായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാം. ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യവുമുണ്ട്. ശിവന് വിഗ്രഹ പ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം. കൂടാതെ 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ, ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെ കാണാം. ഇവയെല്ലാം 2011 2021 ഇടയ്ക്ക് പണി കഴിക്കപ്പെട്ടവയാണ്. ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കൂടാതെ നവരാത്രി, വിനായക ചതുർത്ഥി, തൈപ്പൂയം, മണ്ഡലകാലം, വിഷു തുടങ്ങിയവയും പ്രധാന ആഘോഷങ്ങളാണ്. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. ചെങ്കൽ ഗ്രാമത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ശിവന്റെയും പാർവതിയുടെയും ഗണപതി മുരുകൻ്റെ ഒക്കെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നുവെന്നും അത് കാലാന്തരത്തിൽ നശിക്കപ്പെട്ടുവെന്നും അതിനുശേഷം എൻ്റെ ജന്മത്തോടുകൂടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആവിർഭാവമായത്. അതായത് ഞാൻ ജനിച്ച വീട്ടിൻ്റെ കന്നിമൂലയിൽ ശിവൻ്റെയും പാർവതിയുടെയും രൂപത്തിൽ പുറ്റു വളർന്നു വരികയും അതിന്
നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയും ശിവനും ഗണപതി മുരുകൻ എന്ന പ്രതിഷ്ഠ ഭാവങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഗണപതിയുടെ 32 ഭാവത്തിലെ ഗണപതി പ്രതിഷ്ഠ, പിന്നെ ശിവക്ഷേത്രത്തിന് ചുറ്റും ജ്യോതിർലിംഗ പ്രതിഷ്ഠ, ഇങ്ങനെ ഒരുപാട് സവിശേഷത ഉള്ള ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളുമാണ് നമ്മളെ ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതോടൊപ്പം ഇതിൻ്റെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി, മഹാശിവലിംഗ പ്രതിഷ്ഠ. അത് 111 അടി ഹൈറ്റും ഉള്ളതാണ് ഈ ശിവലിംഗ പ്രതിഷ്ഠ. അതിൽ പരശുരാമ മഹർഷി പണ്ട് ഭാരതത്തിൽ 108 ശിവാലയങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ 108 ശിവാലയങ്ങളിലെയും ശിവലിംഗ പ്രതിഷ്ഠ അതിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് 8 നിലകളിലായിട്ട്. പിന്നെ ഈ ശിവലിംഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിനെ ആസ്പദപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ശിവലിംഗമാണ്. അതായത് പടിയാറും കടന്ന് ചെല്ലുമ്പോൾ ശിവനെ കാണാം, 6 ആധാരങ്ങളിലൂടെ കടന്ന് പോകുമ്പോൾ നമുക്ക് ശിവനെ കാണാൻ കഴിയും എന്നുള്ള ആ മട്ട് ആണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച്. അത് കഴിഞ്ഞ് ശിവനെ കാണാമെന്നുള്ള അത് കൈലാസം. പിന്നെ ഇതിന് ഏറ്റവും താഴെ ഒരു പൃഥ്വിചക്രം എന്നുള്ള ഒരിതുണ്ട്. പിന്നെ ഈ 7 നിലകളിലായിട്ട് ശിവൻ്റെ 64 ഭാവങ്ങളുണ്ട്. അപ്പം അങ്ങനെ എന്തുകൊണ്ടും ഒരു വളരെ വിശേഷമായിട്ടുള്ള ഒരു ശിവലിംഗമാണ്. ഇതിപ്പോൾ ദർശിക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു, കാണുന്നു, അവർ പഠിക്കുന്നു, അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന ഒരു രീതി വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ശിവലിംഗത്തിൻ്റെ ഒരു നിർമ്മാണ രീതി. ഈ ക്ഷേത്രത്തിൽ ഈ ശിവരാത്രി മഹോത്സവം നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ് 5ാമത് അതിരുദ്രം നടക്കുന്നത്. അപ്പോൾ ഈ അതിരുദ്രത്തിന് ധാരാളം ഭക്തജനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ ഉത്സവങ്ങളെല്ലാം നടത്തുന്നത് പ്രത്യേകിച്ചും ഓരോരുത്തർ അവരുടേതായ ഓരോ സംഭാവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദീപാലങ്കാരമായാലും പുഷ്പാലങ്കാരമായാലും പുഷ്പാഭിഷേകമായാലും ഇതെല്ലാം ഓരോരുത്തരുടെ കണക്കായിട്ട് ഓരോ ദിവസം ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുമെല്ലാം ഓരോരുത്തരുടെ കണക്കായിട്ട് ചെയ്യുകയാണ്. അവർക്ക് സ്റ്റേജ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണ് ഇവിടുത്തെ ഉത്സവമായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് നല്ല മനസ്സുകൾ, അതായത് സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹകരണത്തോടു കൂടെയാണ് ഈ ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ അതിരുദ്രമൊക്കെ നമുക്ക് നടത്താൻ കഴിയുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഗംഭീരമായ രീതിയിലുള്ള ഉത്സവവും ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിന് എല്ലാവരുടെയും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ശിവലിംഗത്തിൻ്റെ ഏറ്റവും മുകളിൽ കൈലാസമാണ്. അപ്പോൾ കൈലാസം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുകയും പിന്നെ ബുക്കുകളിൽ കൂടെ വായിച്ചറിയുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ശിവലിംഗത്തിനകത്തൂടെ കയറിപ്പോകുന്ന ഒരാളിന് ആ കൈലാസത്തിൽ പോകാനായിട്ടുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം നല്ലതുകളുണ്ടോ അതെല്ലാം ഒരാൾ അനുഭവിച്ചാണ് മുകളിലോട്ട് പോകുന്നത്. ഇപ്പം മുകളിലറ്റം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദ നിർവൃതി അത് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. അപ്പം അങ്ങനെയാണ് ആ കൈലാസത്തിൻ്റെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ കയറുന്ന ഭക്തനെല്ലാം വിചാരിച്ചു പോകും നമ്മൾ ഇപ്പോൾ കൈലാസത്തിലാണോ നിൽക്കുന്നതെന്നുള്ള ഒരു സംശയം വരെ തോന്നത്തക്ക രീതിക്ക് അത് ഫീൽ ചെയ്യും. അതാണ് കൈലാസം. കൈലാസ നിർമ്മിതിക്ക് ശേഷം ഇപ്പോൾ ഭഗവാന്റെ ഒരു നിർദ്ദേശപ്രകാരം വൈകുണ്ഠം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുണ്ഠം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിഷ്ണു ഭഗവാൻ്റെതാണ്. കൈലാസം എന്ന് പറയുമ്പോൾ ശൈവം ശിവൻ്റെ ഇതുമാണ്. അപ്പോൾ പലർക്കും തോന്നാം ഈ ശൈവവും വിഷ്ണു അതിൻ്റെ ഇതുമായിട്ട്, അതായത്
ഇതെങ്ങനെ തമ്മിൽ പൊരുത്തപ്പെടും അല്ലെങ്കിൽ യോജിക്കും എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. ശൈവവും വൈഷ്ണവവും എല്ലാം ഒന്ന് തന്നെ എന്നുള്ള ഒരു ആശയത്തിൽ കൂടെയാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭം ചെയ്യാനിടയ വരുന്നത്. കൈലാസത്തിൽ നിന്ന് ഹനുമാൻജിയുടെ അകത്തുകൂടെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു ശയന ഗണപതിയെ കാണാം. അത് കണ്ട് താഴോട്ട് വരുമ്പോൾ 8 റൂമുകളുണ്ട്. ആ 8 റൂമിൽ അതിനെ 8 ക്ഷേത്രമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 8 ക്ഷേത്രത്തിലും അഷ്ടലക്ഷ്മികളെയാണ് പ്രതിഷ്ഠിച്ചത്. ആ അഷ്ടലക്ഷ്മികളെയും പ്രതിഷ്ഠിച്ച് താഴെ വരുമ്പോൾ പാൽക്കടൽ പള്ളി കൊള്ളുന്ന അനന്തശയനം, അതിനെ ചുറ്റി അവതാരങ്ങൾ, പിന്നെ ഒരു പ്രത്യക്ഷദേവി, ഇങ്ങനെയാണ് അതിൻ്റെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പണി എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തീരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും എല്ലാ പണിത്തരങ്ങളും തീർന്നിട്ടേ ആളുകൾക്ക് പ്രവേശനത്തിനുള്ള അവസരം ഒരുക്കുള്ളൂ. ഉത്സവം തുടങ്ങുന്നത് ഫെബ്രുവരി 24-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് തമ്പുരാട്ടി ദീപം തെളിക്കുന്നു. എൻ്റെ ഉദ്ഘാടന കർമ്മമായിട്ട് സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നെ ഈ അവസരത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ജ്യോതി ഈ യജ്ഞശാലയിൽ തെളിച്ച ദീപത്തിനോടുകൂടെ സംയോജിപ്പിക്കും. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ ചരാചരങ്ങൾക്കും നന്മയുണ്ടാകട്ടെ എന്നുള്ളതാണ്. വിശ്വശാം ശാന്തിർ ഭവതു, എല്ലാവർക്കും ശാന്തി ഉണ്ടാകണം. നമ്മൾ ഈ യജ്ഞങ്ങൾ ചെയ്യുന്ന ഇതെല്ലാം ലോക നന്മയെ കണക്കിലെടുത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ ഫലം എല്ലാവർക്കും കിട്ടണമെന്നുള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും, അതായത് ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ ചരാചരങ്ങൾക്കും സമസ്ത ലോകത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പൂജകളും കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ശരിക്കുമുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വിശ്വശാം ശാന്തിർ ഭവതു, എല്ലാവർക്കും നന്മയുണ്ട്, എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. അതാണ് നമ്മുടെ ഉദ്ദേശം. ആ ലക്ഷ്യത്തിനായിട്ട് നമ്മൾ ഈ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു. അതിനോടൊപ്പം ഒരുപാട് ആളുകൾ അതിനോടുകൂടെ സഹകരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, നന്മ വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ സംഹരിക്കും. ആഴിമല ശിവക്ഷേത്രം തിരുവനന്തപുരത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് വിഴിഞ്ഞത്തിന് സമീപമുള്ള ആഴിമല ശിവക്ഷേത്രം. ശൈവഭക്തരോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളും എത്തിച്ചേരുന്ന ഇവിടം ധാരാളം പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നതാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആഴി എന്നാൽ കടൽ എന്നും മല എന്നാൽ കുന്ന് എന്നുമാണ് അർത്ഥം. കടലിനോട് ചേർന്ന് കുന്നിന് സമീപത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇത് ഈ പേരിൽ അറിയപ്പെടുന്നത്. പുളിങ്കുടി ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത്. കാതരേശ്വര പ്രതിമ എന്നാണ് ഇതിന്റെ പേര്. പൂർണ്ണമായും കോൺക്രീറ്റിലാണ് ഇത് നിർമ്മിക്കുന്നത്. മഹേശ്വരന്റെ രൂപത്തോടൊപ്പം തന്നെ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ധ്യാന മണ്ഡപം. കടൽ തീരത്തിനും ക്ഷേത്രത്തിനും നടുവിലുള്ള ഗംഗാധരേശ്വരന്റെ രൂപത്തിന് താഴെ ഭാഗത്തായാണ് ധ്യാന മണ്ഡപം നിർമ്മിക്കുന്നത്. ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ധ്യാന മണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയതിനു സമാനമായ അന്തരീക്ഷമായിരിക്കും ധ്യാന മണ്ഡപത്തിനുള്ളിൽ അനുഭവിക്കാൻ സാധിക്കുക. കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിലായാണ് ധ്യാന മണ്ഡപം ഉള്ളത്. ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നുമാണ് ധ്യാന മണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഒരുക്കിയിരിക്കുന്നത്. 27 പടികൾ കടന്നാൽ ഗുഹയിലുള്ളിലെത്താം. ശില്പങ്ങളിലും പ്രതിമകളിലും
ഒക്കെ കൊണ്ട് അതിമനോഹരമായാണ് ഇതിന്റെ ഉള്ളറ നിർമ്മിച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യത്തിലുള്ള പാറകൾ കൂടാതെ അവയ്ക്കിടയിലായി തൂണുകളും ഗുഹയ്ക്കുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ചുവരുകളിലും ചിത്രപ്പണികളും കൊത്തുപണികളും ഒരുപാട് കാണാം. ശിവന്റെ അപൂർവമായ ശനയരൂപവും അർദ്ധനാരീശ്വര രൂപവുമൊക്കെ ഇവിടുത്തെ ചുവരുകളിൽ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. സാധാരണയായി മറ്റു ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ശിവന്റെ ശയനരൂപം. ഇതുകൂടാതെ ഒരു വശം മുഴുവനും ആഴിമല ക്ഷേത്രത്തിന്റെ ചരിത്രം രൂപപ്പെടുത്തുവാനും പദ്ധതിയുണ്ട്. ഗംഗാധരേശ്വര പ്രതിമയുടെ ഭാഗത്തു നിന്നുള്ള കവാടം കൂടാതെ കടലിൽ കുളി കഴിഞ്ഞു വരുന്നവർക്ക് നേരെ പ്രവേശിക്കാനായി മറ്റൊരു കവാടവും നിർമ്മാണത്തിലുണ്ട്. വിവരിച്ചു തീർക്കുവാൻ സാധിക്കാത്തത്രയും പ്രത്യേകതകളും നിർമ്മാണങ്ങളും നിറഞ്ഞതാണ് ധ്യാന മണ്ഡപം. കൊത്തുപണികളും ചിത്രപ്പണികളും കൂടാതെ ശിവന്റെ 9 നൃത്തരൂപങ്ങളും ചുവരിൽ കൊത്തിവെക്കുന്ന പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിലെ തൂണുകളിലും മനോഹര ചെറുശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുകയാണ്. കൂടാതെ ധ്യാന മണ്ഡപത്തിന്റെ മുകൾ തട്ടിലും ഇത്തരത്തിലുള്ള ധാരാളം പണികൾ കാണുവാൻ സാധിക്കും. ഒട്ടേറെ വിശേഷ ദിവസങ്ങൾ ക്ഷേത്രത്തിനുണ്ട്. ശിവനുമായി ബന്ധപ്പെട്ട ക്ഷേത്രമായതിനാൽ ചൊവ്വാഴ്ചയാണ് ഇവിടെ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ദിവസം. ദൂരദേശങ്ങളിൽ നിന്ന് പോലും അന്നേ ദിവസം ഇവിടെ ആളുകൾ എത്തുന്നു. മകരമാസത്തിലെ ഉത്രട്ടാതി ആറാട്ടായി നടക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. ഉദയാസ്തമയ പൂജ, പ്രാദേശിക പൂജ, ആയില്യപൂജ, ഉമാമഹേശ്വരി പൂജ, ദിവസ പൂജ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രത്യേക പൂജകൾ. മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകൾ ആഴിമല ക്ഷേത്രത്തിനുണ്ട്. പാണ്ഡവന്മാർ അജ്ഞാതവാസ കാലത്ത് ഇതുവഴി കടന്നു പോവുകയുണ്ടായി. യാത്രക്കിടയിൽ ഈ പ്രദേശത്ത് ജീവൽ സമാധി കാണുകയും അതിനുമേൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. തുടർന്ന് അഭിഷേകത്തിനായി ജലം തേടിയെങ്കിലും കിട്ടാതെ വന്നു. കടൽ വെള്ളം മാത്രം കിട്ടുന്ന പ്രദേശം ശുദ്ധജലം ലഭ്യമല്ലാതിരുന്നതിനാൽ വെള്ളത്തിനായി ഭീമൻ കൈമുട്ടുകൊണ്ട് പാറപ്പുറത്ത് ഇടിച്ചുവത്രേ. ഇടിയുടെ ശക്തിയിൽ പാറയിലുണ്ടായ വിള്ളലിൽ നിന്നും കാണാകഥയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.